രാത്രിയിലും കൂടി ശവം കുഴിച്ചിടാൻ പോലും ആരും വരത്തില്ല സാർ. ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോകണം. ചലോ ചലോ ചലോ. സാർ എല്ലാ അവന്മാരും ഇവിടെ തന്നെ ഉണ്ട്. അവന്മാർ ഞങ്ങൾ പിടിച്ചോളാം സാർ. ഐ ലൈക്ക് ഇറ്റ്. പൊക്ക് പൊക്ക് പൊക്ക്. യുവമാരുടെ ശല്യം സഹിക്കാൻ വയ്യാതായി ചാകര പോലെ വന്നുകൊണ്ടിരിക്കുവല്ലേ. ഈ വണ്ടി പറ്റില്ല. കുപ്പ കൊണ്ടുപോകാൻ പോലീസ് വണ്ടി എന്തിനാ? കുപ്പ വണ്ടിയിൽ തന്നെ കയറ്റ്. ഇതെന്തോ ഈ വണ്ടിയെ കയറ്റുന്നു? എന്റെ കൈ പോയി കുളിക്കത്തുമില്ല നനയ്ക്കത്തുമില്ല. അവനൊക്കെ റൗഡിയാന്ന് പറഞ്ഞു. എടാ ശക്തി വന്നു. എടാ ശക്തി, നിനക്കെന്തിനാ ഈ ആവശ്യമില്ലാത്ത പണി? രാവിലെ ഞങ്ങൾ പുറത്തു വരുമല്ലോ, പിന്നെന്താ? വേണ്ട, അങ്ങോട്ട് പോകണ്ട, പറയുന്ന കേക്ക്. ശിവേട്ടന്റെ ആൾക്കാരെ അകത്ത് വെക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് വേണ്ടി ആ ജാമ്യം വരെ കണ്ടുപിടിച്ചേക്കുന്നേ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ജയിലുമില്ല, ജാമ്യവും ഇല്ല. ആരാ പറഞ്ഞത്? ജാമ്യത്തിന്റെ കാര്യം ആരാ പറഞ്ഞത്? എല്ലാവരും പുറത്തു വരുന്നത് ഞാനൊന്ന് കാണട്ടെ. അതെ, ഒരുത്തർ ഇപ്പൊ തന്നെ പുറത്തു വന്നതാ തോന്നുന്നേ. மதுரையில் அசிஸ்டன்ட் கமிஷனர் சக்தி நேற்று அதிரடி வேட்டையில் இறங்கியது பெரும் பரபரப்பை ஏற்படுத்தியுள்ளது. அவர் நகரின் முக்கிய பகுதிகளில் நடத்திய வேட்டையில் കളവ്, കൊലൈ, കൊള്ളയടി, തട്ടിക്കൊണ്ടുപോകൽ, കള്ളച്ചാരായം, കഞ്ചാവ് തുടങ്ങിയ കുറ്റങ്ങളിൽ ബന്ധമുള്ളവരെയെല്ലാം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു രാത്രി കൊണ്ട് ഇത്രയും കുറ്റവാളികളെ ആദ്യമായിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാവരെ അതിശയപ്പെടുത്തിയിരിക്കുകയാണ്. AC ശക്തിയുടെ അതിവേഗ നടപടിയിൽ ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളുടെയും മാത്രമല്ല കുറ്റവാളികളുടെ മനസ്സിനും അതിശയം ഉളവാക്കിയിരിക്കുകയാണ്. ചേട്ടാ, ഒരുത്തനെ വിട്ടില്ല, എല്ലാത്തിനും അകത്താക്കി. പോലീസ് ആയതുകൊണ്ടല്ലേ അകത്താക്കിയത്? ആ ജോലിയിൽ നിന്ന് അവനെ പൊക്ക്. അവനെ പോലീസാക്കിയത് ഞാനാ. ഈ ശിവനെ രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിയുമെന്ന് അവൻ അറിയണം. ആ തൊപ്പി തെറിപ്പിച്ചാൽ എന്റെ കാല് പിടിക്കും അവൻ. തീയോട് കളിച്ചാൽ പൊള്ളുമെന്നറിയണം. പൊക്ക്. ഇനിയുള്ള കാലം ഇടതുകൈ കൊണ്ട് സല്യൂട്ട് അടിക്കേണ്ടി വന്നേനെ. ശക്തി പേര് കേട്ടാൽ തന്നെ ദേഷ്യം വരുന്നുണ്ടല്ലേ? ഇപ്പോഴവന്റെ പോസ്റ്റ് ACP. അവൻ പഠിച്ച് പാസ്സായി പോലീസായതൊന്നുമല്ല, ശിവന്റെ കഴിവുകൊണ്ട് അവൻ പോലീസായത്. എടുത്തു നോക്ക്, എല്ലാ റെക്കോർഡ്സും ഫ്രോഡാ. നിന്റെ കൈ വെട്ടിയപ്പോ ഒരു വേദന തോന്നിക്കാണുമല്ലോ. അത് മാറാൻ എന്താ ചെയ്യാൻ പോകുന്നേ? വിളിക്ക് ശക്തിയെ. വന്നടാ, വന്നു, കൊളുത്തടാ തീയ്. നീ ഇങ്ങോട്ടെത്തിയല്ലോ, ജോലി പോയിട്ട്. എന്നെ മോനെ, സൈറൺ വെച്ച വണ്ടിയൊക്കെ പോയില്ലേ? ഇപ്പൊ ഞാനാ നിന്റെ സൈറൺ. പേടിച്ചു പോയി. വേഗം ചെന്ന് അച്ഛനോട് സംസാരിക്ക. അമ്മേ, എന്നെ ജോലിന്ന് പറഞ്ഞു വിട്ടമ്മേ. നേരാണ് മോനെ. അതെ അമ്മേ, അവരെന്നെ ജോലിന്ന് പറഞ്ഞയച്ചു. മോൻ വിഷമിക്കണ്ട. അമ്മേ, അയച്ചതേ മേലേക്കാണ് അയച്ചത്. AC-യിൽ നിന്ന് DC-യിലേക്ക് പ്രമോഷനോടെയാണ് അവരെന്നെ അയച്ചത് അമ്മേ. മച്ചമ്പിയെ, അവിടുത്തെ സീൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ശക്തി, ഞാനാണ് നിങ്ങളുടെ കൈവെട്ടിയത്. ഫ്രാഡ് പണി കാണിച്ച ഈ വേഷം ഇട്ടത്. കാക്കി ഷർട്ടിൽ കറ പറ്റരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്കിലൊരു കറ തന്നെ കാക്കി ഉടുപ്പിട്ടാൽ എങ്ങനെയാ? പറഞ്ഞയച്ചേര്. എന്നെ പോലീസിന്ന് പറഞ്ഞു വിട്ടേര്. ശക്തി, നിനക്ക് പോലീസിൽ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പോലീസിന് നിന്നെ പോലെ ഒരാളെയാണ് ആവശ്യം.
നീ പരീക്ഷയിൽ തോറ്റിരിക്കാം, പക്ഷെ ഈ ജോലിയിൽ നീ പാസ്സായിരിക്കുന്നു. പോലീസ് എന്നാൽ കാക്കയല്ല, കാര്യപ്രാപ്തിയാ. തെറ്റ് തടയണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ നീ പോലീസായി. 20 വർഷത്തെ എന്റെ സർവീസ് കൊണ്ട് സാധിക്കാത്തത് നീ സാധിച്ചു. ശിവനെ എതിർക്കാൻ പറ്റിയ ഒരേ ഒരു ശക്തി നീയാണ്. നിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തപ്പോ നീ എന്റെ ഒരു പോലീസുകാരനായി കണ്ടില്ല. ഇനി പോലീസിന് വേണ്ടി നീ അച്ഛനെ നേരിടുമെന്നറിയാം. ഇനി മുതൽ നീ AC അല്ല, യു ആർ പ്രൊമോട്ടഡ് ആസ് DC. നീയാ എന്റെ ഒരു കൈവെട്ടിയത്. ഇനി മുതൽ ആ വലം കൈ നീയാ. ഒരുത്തനെയും വിടരുത്. DC അല്ലേ? DC. ചേട്ടൻ എന്തിനാ പേടിക്കുന്നേ? TC കൊടുത്താൽ പറഞ്ഞു വിടുന്നല്ലേ അർത്ഥം. സ്കൂളിൽ TC കൊടുത്താൽ അവന്റെ ചീട്ട് കീറിയുന്ന, പോലീസിൽ TC കൊടുത്താൽ നമ്മള് കീറിയുന്ന. കുറച്ചേ കീറിയുള്ളൂ, മൊത്തം കീറി. ഇതുകൊണ്ട് തന്നെയാ ക്ലൈമാക്സിന് മുമ്പ് കഥ തീർക്കലെന്ന് പറയുന്നത്. നിങ്ങൾ പൊട്ടിച്ച പടക്കം എന്റെ ഡിസ്മിസിനല്ല, എന്റെ പ്രമോഷന് വേണ്ടിയാ. ചേട്ടാ, ശക്തി നമുക്ക് കുഴി തോണ്ടി തുടങ്ങി. CM ലെവലിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെ എതിർക്കുവാനുള്ള ധൈര്യം എവിടുന്ന് വന്നു? ചേട്ടാ, നമ്മുടെ മണൽ കോറി അവൻ നിർത്തലാക്കി. കൽക്കോറി പൂട്ടി സീൽ വെച്ചു. നമുക്ക് കിട്ടേണ്ട പണമെല്ലാം ബ്ലോക്കാക്കി. നമ്മളെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. അതുമാത്രമല്ല ചേട്ടാ, നമ്മളെ ഇപ്പൊ ആർക്കും ഒരു പേടിയില്ല. ചേട്ടൻ ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നത് കൊണ്ടാണ്. ചേട്ടാ, ചടങ്ങ് നടക്കട്ടെ, ബാക്കി പിന്നെ നോക്കാം. രാവിലെ മുതൽ വെയിറ്റ് ചെയ്യാണല്ലോ. ആരെയാ കാണണ്ടേ? ആ, ശക്തി സാറിനെ. ഹേയ് അങ്കിൾ, മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? സുഖമായ അങ്കിൾ. ഈ കുട്ടി അത് തന്നെ, മരിച്ചിട്ടില്ല. എന്റെ മോളെ ഏതോ ഒരു ശക്തി രക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴാണ് മനസ്സിലായത് അത് ഈ ശക്തിയാണെന്ന്. ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞതാ. ശക്തി സാർ തന്ന ധൈര്യമാണ് അവൾ ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതേ ഉള്ളൂ. സാറിനെ കണ്ടിട്ട് പോണെന്നുള്ള വാശിയിലായിരുന്നു അവള്. അതുകൊണ്ടാ. വളരെ നന്ദിയുണ്ട് സാറേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ ഡ്രീം ഇത് മറന്നുപോയല്ലേ? ദാ ഇങ്ങനെ കെട്ടി പിടിച്ചോ. താങ്ക്സ് അങ്കിൾ. ബൈ. ബൈ. വരട്ടെ സാറേ. അന്നറിയാതെ എന്തൊക്കെയോ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇപ്പൊ മനസാക്ഷിയോട് ചോദിക്കേ. നിനക്ക് മാത്രമല്ല, എല്ലാവർക്കും നിന്നെ ഇഷ്ടമാകും. നിനക്ക് ഒരുപാട് ഇഷ്ടായി.